ഹലോ, അപ്പോൾ നാട്ടിലേക്കുള്ള പോക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് മടുത്ത് കാണും. അപ്പോൾ ഫൈനലി ഇതാണ് ആ ഒരു വീഡിയോ. ഞാനൊരു ഷവർമയും കഴിച്ച് റൂമിലൂടെ ടാറ്റൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നേരെ ഇറങ്ങാനുള്ള ടൈമായി ഏകദേശം. ഇത്രയും ലഗേജൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇനി അങ്ങോട്ടേക്കില്ല, രാജ്യം തന്നെ വിടുക എന്നുള്ളത്. അങ്ങനെയല്ല, മൂന്നാളുള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെയുള്ള ടാസ്ക് ഈ ലഗേജ് ഒക്കെ താഴെ എത്തിക്കുന്നുള്ളതായിരുന്നു. അത് ഞാനും അച്ഛനും എല്ലാവരും കൂടെ എങ്ങനെയൊക്കെ താഴെ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചതിനെക്കാട്ട് ഇത്തിരി ഒന്ന് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയതെങ്കിലും പെട്ടെന്ന് തന്നെ ടാക്സി കിട്ടി. അതുമാത്രമല്ല, ആ ടാക്സി ഡ്രൈവർ നല്ലൊരു ചേട്ടനായിരുന്നു. എന്താണെന്ന് ലഗേജും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ സെറ്റാക്കി അതിൽ നിന്ന് കൊള്ളിച്ചു. വേറെ ഏതെങ്കിലും ടാക്സി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ലഗേജസ് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞേനെ. പിന്നെ നേരെ എയർപോർട്ടിൽ എത്തി ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചടപടയും നടന്നു. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറിയതിന് ശേഷമാണ് ഒന്ന് ഫോൺ കയ്യിലെടുക്കാൻ പറ്റിയത്. വേറെ ഒന്നും വാങ്ങിയില്ലെങ്കിലും അതിന്റെ ഇടയ്ക്ക് ഞാനൊരു വൈൻ ഒപ്പിച്ചു. എത്രയോ പ്രാവശ്യം എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഡ്യൂട്ടി ഫ്രീയിൽ കയറുന്നത്. ഡ്യൂട്ടി ഫ്രീ കംപ്ലീറ്റ് ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. അത് മാത്രമല്ല, അച്ഛനും ഞാനും അമ്മയും ഒരുമിച്ച് ഫസ്റ്റ് ടൈമാണ്. ഞാനും അമ്മയും അതിനൊക്കെ ഫസ്റ്റ് പോയിട്ടുണ്ട്. പിന്നെ അനിയനും ഞാനും പോയിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റ് യാത്ര. ഇത്തം കൂടുള്ളപ്പോൾ നാലാൾക്ക് ഒരുമിച്ച് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവന് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് അത് പറ്റിയില്ല. എന്തായാലും എനിക്കിതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ലേറ്റ് ആയാലും കുഴപ്പമില്ല, എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഇറങ്ങുമ്പോൾ ഷവർമയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും കഴിച്ചില്ല. അപ്പൊ തൽക്കാലം നട്സും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് ഫ്ലൈറ്റ് ഏകദേശം ടേക്ക് ഓഫ് ടൈമാണ്. പിന്നെ ഇത് മെല്ലെ പറന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഡേ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ മൊത്തത്തിൽ എനിക്ക് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ട് തോന്നിയതിന്റെ മെയിൻ റീസൺ ഈ ഒരു വ്യൂ ആണ്. ദൈവം സഹായിച്ചിട്ട് എനിക്ക് കുറച്ചധികം പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറാനും, അതായത് ഡേ ടൈമിലാണെങ്കിലും നൈറ്റ് ടൈമിലാണെങ്കിലും ഞാൻ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും അടിപൊളി വ്യൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ള ഈ ഒരു ഫോണിൽ എടുത്ത വീഡിയോ ആണിത്. സാംസങ് ആണ്, എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഭംഗി കൊണ്ടായിരിക്കും വീഡിയോ പോലും നല്ലൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാം അടിപൊളിയാണെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമല്ലോ. ഏസ് യൂഷ്വൽ അലർജി വന്നിട്ടുണ്ട്. എവിടുന്ന് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഐറ്റാണ്. എന്തായാലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പറഞ്ഞ് വീഡിയോ ഒക്കെ കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ നേരെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. ലഗേജസിന്റെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാം കിട്ടി വരാൻ കുറച്ച് ടൈം എടുത്തു. കൂടാതെ ഞങ്ങളുടെ 2 ഹാൻഡ് ലഗേജും കൂടെ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് അവര് ലഗേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഞങ്ങൾക്കൊരു ലെക്കായിരുന്നു. അധികം ഞങ്ങൾക്ക് അങ്ങനെ അത് കയറി ചെയ്ത് നടക്കേണ്ട വന്നിട്ടില്ല. പിന്നെ കിത്തും സിഗരറ്റും ഒക്കെ ഞങ്ങൾ കാറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വണ്ടിയും കൂടി ഉണ്ടായിരുന്നു. അതിലാണ് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അത്രയുള്ളൂ. ചാച്ചാ.